തമിഴ്നാട് ഒരുപാട് മാറിപ്പോയി. ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തമിഴ്നാടിനെ പറ്റി എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള പെർസെപ്ഷൻ വളരെ ദരിദ്രമായ സംസ്ഥാനം എന്നാണ്. പക്ഷേ 90കളിൽ ജയലളിത അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ ഗ്ലോബലൈസേഷൻ്റെ പല ഗുണങ്ങളും ആ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നത് ജയലളിതയാണ്. അപ്പോൾ ജയലളിത തുടങ്ങി വെച്ച പല കാര്യങ്ങളും അവിടെ വലിയ തോതിൽ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണെങ്കിലും എഡ്യൂക്കേഷൻ വൻ മുന്നേറ്റമാണ് തമിഴ്നാട് നടത്തിയിട്ടുള്ളത്. കേരളത്തെ പോലെ തന്നെ കേരളത്തേക്കാൾ വേഗത്തിൽ തമിഴ്നാട് മുന്നേറി കഴിഞ്ഞു. മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. അവിടേക്കാണ് പിന്നീട് DMKയുടെ സർക്കാരുകളൊക്കെ വരുന്നത്. AIDMK തുടർഭരണം ഉണ്ടായതൊക്കെ നമുക്കറിയാം. അപ്പോൾ പഴയ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന ഒരു ഈ ദ്രാവിഡ രാഷ്ട്രീയത്തോടുള്ള വൈകാരികമായ അടുപ്പം കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണം കൂടിയാണിത്. ആൾക്കതൊരു ഫാറ്റീഗായി മാറുന്നുണ്ട്. ഏത് നേരവും മോദിക്കെതിരെ ചീത്ത വിളിക്കുക, അവർ നമ്മളെ കൊല്ലാൻ വരുന്നതെന്ന് പറയുക, അങ്ങനെ ഒരുതരം മുദ്രാവാക്യ സ്റ്റൈലിൽ, ഒരു സ്ട്രീറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഷയിൽ കേന്ദ്രത്തിനെ ചീത്ത വിളിച്ചുകൊണ്ട് ആളുകൾ ഒരുമിപ്പിക്കാം, ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കുടിക്കൂറയിൽ ഒരുമിപ്പിക്കാം എന്നുള്ള ആ പ്രതീക്ഷയ്ക്കാണ് മങ്ങലേൽക്കുന്നത്. ജനങ്ങൾക്ക് അതല്ല ആവശ്യം. കാരണം ഈ മിഡിൽ ക്ലാസ് ആസ്പിരേഷൻസ് മനസ്സിലാക്കാൻ DMK കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അവർക്ക് വേണ്ടത് ജോലിയാണ്. ഇപ്പോൾ ജോലിയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദാവൂദ് പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് വരുന്നത്. ഫോറിൻ ഇൻവെസ്റ്റ് പോലും വരുന്നത് അങ്ങോട്ടാണ്. പിന്നെ ചെന്നൈ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള IT ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ചെന്നൈയിൽ മാത്രമാണ്. ചെന്നൈ മാത്രമല്ല തമിഴ്നാടിൻ്റെ വ്യത്യസ്ത മേഖലകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് കോയമ്പത്തൂർ, സേലം, ആ ബെൽറ്റുണ്ട്. ആ ബെൽറ്റിലൊക്കെ രാഷ്ട്രീയം തന്നെ വേറെയാണ്. പിന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റികൾ, കാസ്റ്റ്, ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ തമിഴ്നാട് പോലൊരു വലിയ സംസ്ഥാനത്തിന് വ്യത്യസ്ത റീജിയനുകളിലുള്ള ജനങ്ങളുടെ ആസ്പിരേഷൻ എന്താണ്, അതിനെല്ലാം വിസ്മൃതിയിലാക്കിക്കൊണ്ട് കുറേ വെൽഫെയർ പൊളിറ്റിക്സ് പ്രഖ്യാപിച്ച് കേന്ദ്രത്തിനെതിരെ ചീത്ത വിളിച്ചാൽ ഇവരെല്ലാം ദ്രാവിഡ രാഷ്ട്രീയത്തിന് കുടിപ്പുറയിൽ നിൽക്കും എന്നുള്ളത് DMKയുടെ പ്രതീക്ഷയാണ് തകർന്നടിയുന്നത്. അവിടെയാണ് വളരെ ബുദ്ധിപരമായി, അത് ഞാൻ ഉൾപ്പെടെ അതിനെ ചെറുതായി കണ്ടു, വിജയുടെ മുന്നേറ്റം. അപ്പോൾ വിജയ് എന്തോ ഒരു റസികർ മണ്ഡലം ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ ആര് വോട്ട് ചെയ്യാനാണ്, വോട്ട് എങ്ങനെ സംഘടിപ്പിക്കും താഴെത്തട്ടിൽ എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ വിചാരിച്ചത്. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ച ഒരാളാണ്. അല്ല, ഈ എക്സിറ്റ് പോളുകളും ഒന്നൊഴികെ ബാക്കിയെല്ലാം യെസ്. പക്ഷേ വിജയ് ഇത് വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തതാണ്. ഒരു 2008 വിജയ് എന്ത് ചെയ്യുന്നുണ്ട്, താൻ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇറങ്ങും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ റസികർ മണ്ഡലങ്ങൾക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുകയും അതിന് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനം മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.